ഓപ്പൺ ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇക്കുറി ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് നിരവധി ആളുകൾ ഒരേ തരത്തിലുള്ള കത്തുകൾ അയച്ചിരിക്കുന്നു. നിരവധി ആളുകൾ ഒരേ തരത്തിലുള്ള കത്തുകൾ അയച്ചിരിക്കുന്നതുകൊണ്ട് ആ വിഷയം തന്നെ നമുക്ക് ആദ്യമായി എടുക്കാം. വിഷയം ആക്കുളത്തെ അന്തർദേശീയ കൺവെൻഷൻ സെന്ററിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തില്ല എന്നാണ് ഈ കത്തിൽ എല്ലാവരും പറയുന്നത്. എല്ലാ കത്തുകളും ഏതാണ്ട് സമാനമായ അഭിപ്രായഗതികളോടുകൂടിയാണ് വന്നിരിക്കുന്നത്. കത്തയച്ചിരിക്കുന്ന നിരവധി പേരുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും സജിത്ത്, തിരുവനന്തപുരത്തു നിന്നും നിഷാന്ത് നായർ, റിയാദിൽ നിന്നും SF ജോൺ ക്ലീറ്റസ്, തിരുവനന്തപുരത്തു നിന്നും ഹരി KG, ഒരു ദിലീപ്, നന്ദു നായർ, നിഷാന്ത്, തിരുവനന്തപുരത്തെ ഉള്ളൂരിൽ നിന്ന് ആനന്ദ്, തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നിഖിൽ, അങ്ങനെ തുടങ്ങി നിരവധി ആളുകളാണ് ഈ കത്തുകൾ അയച്ചിരിക്കുന്നത്. ഷജിത്തിന്റെ കത്തിൽ ഇങ്ങനെ പറയുന്നു: കഴിഞ്ഞ ദിവസം ആക്കുളത്ത് മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ കോംപ്ലക്സ് തറക്കല്ലിടുന്ന ചടങ്ങുണ്ടായിരുന്നു. അത് ഏഷ്യാനെറ്റിൽ കണ്ടില്ല. ഈ പ്രോജക്റ്റിലൊക്കെ ഞാൻ വളരെ തൽപരനാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് കാണിക്കാത്തത് എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് ആദ്യത്തെ കത്തിൽ പറയുന്നത്. രണ്ടാമത്തെ കത്തിൽ ശ്രീ നിഷാന്ത് നായർ എഴുതിയിരിക്കുന്നു: 850 കോടി രൂപ ചെലവിട്ട് ആക്കുളത്ത് നിർമ്മിക്കുന്ന അന്തർദേശീയ കൺവെൻഷൻ സെന്ററിനെ കുറിച്ചുള്ള വാർത്ത ഏഷ്യാനെറ്റ് തമസ്കരിച്ചത് മനഃപൂർവ്വമാണ്. കൊച്ചിയിലെ ചെറിയ വാർത്തകൾ പോലും കൊടുക്കുന്ന ഏഷ്യാനെറ്റ് തിരുവനന്തപുരത്ത് എന്ത് തരം വികസനം നടന്നാലും അത് കാണിക്കാറില്ല എന്നും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. എല്ലാ കത്തുകളിലെയും ഉള്ളടക്കം ഏതാണ്ട് ഒരുപോലെ ആയതുകൊണ്ട് മറ്റു കത്തുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്കിതിന്റെ വാസ്തവം എന്തെന്ന് അന്വേഷിക്കാം. തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ബ്യൂറോ ചീഫ് ശ്രീ PG സുരേഷ് കുമാർ ഇപ്പോൾ നമ്മളൊപ്പമുണ്ട്. ഹലോ PG സുരേഷ് കുമാർ. ഞാൻ വായിച്ച കുറെ അധികം കത്തുകൾ വന്നിരിക്കുന്നു. തിരുവനന്തപുരത്തെ വികസന പ്രവർത്തനങ്ങളോട് ഏഷ്യാനെറ്റ് ന്യൂസ് മുഖം തിരിക്കുന്നു എന്നാണ് ഈ കത്തുകളിന്റെയൊക്കെ ഉള്ളടക്കം. അതിൽ പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആക്കുളത്തെ കൺവെൻഷൻ സെന്ററിന്റെ വാർത്ത കൊടുത്തില്ല എന്നുള്ളതാണ്. എന്തായിരുന്നു യാഥാർത്ഥ്യം? ആദ്യം തന്നെ ഈ ആക്കുളത്തെ കൺവെൻഷൻ സെന്റർ സംബന്ധിച്ച് കൂടുതൽ ആൾക്കാർ കത്തയച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. നമ്മൾ ആ വാർത്ത കൃത്യമായി തന്നെ കവർ ചെയ്തിരുന്നു. നമ്മുടെ വാർത്താ ബുള്ളറ്റുകൾ അത് കൊടുക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഇതിന്റെ തറക്കല്ലിടൽ നടക്കുന്നതിന്റെ തലേ ദിവസം നമ്മുടെ ബിസിനസ് വാർത്തയുടെ തലവാചകം തന്നെ തലക്കെട്ട് തന്നെയായിരുന്നു ഒരു പ്രധാന സ്റ്റോറി. ഏതാണ്ട് 2 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ഒരു പ്രധാന സ്റ്റോറിയായിട്ട് നമ്മൾ കാണിച്ചിരുന്നു. തലേ ദിവസം തന്നെ നാളെ തറക്കല്ലിടൽ നടക്കുന്നു എന്നത് ബിസിനസ് വാർത്തയിൽ അടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു. തറക്കല്ലിടൽ ചടങ്ങ് നടന്നതിന് ശേഷം ഈ വാർത്ത തൊട്ടടുത്ത ബുള്ളറ്റിൻ മുതലുള്ള വാർത്താ ബുള്ളറ്റുകൾ നമ്മൾ കൊടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഏഷ്യാനെറ്റ് സംസ്കരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്ന വിമർശനമല്ല. സുരേഷ്, മറ്റൊരു പ്രേക്ഷകൻ മറ്റൊരു കാര്യവും ചൂണ്ടിക്കാട്ടിയാണ് ഏഷ്യാനെറ്റ് തിരുവനന്തപുരത്തെ അവഗണിക്കുന്നു എന്നുള്ള വാദം ഉയർത്തുന്നത്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കൊച്ചി MG റോഡിലാണ് കേരള സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ച ഭൂമിയുടെ ന്യായവില അനുസരിച്ച് ഏറ്റവും ഉയർന്ന വിലയുള്ള ഭൂമി എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അത് അവിടെയല്ല, തിരുവനന്തപുരത്തെ ടെക്നോളജി സിറ്റിക്ക് സമീപമുള്ള പ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ വില കൂടുതലെന്ന് ഈ പ്രേക്ഷകൻ ചൂണ്ടിക്കാണിക്കുന്നു. അതും അങ്ങനെ പറയാതിരുന്നത്, അതായത് യഥാർത്ഥത്തിൽ ഏറ്റവും ഉയർന്ന വില തിരുവനന്തപുരത്തായിരിക്കെ കൊച്ചിയിലെ MG റോഡിലാണ് അത് എന്ന് റിപ്പോർട്ട് ചെയ്തതും ഏഷ്യാനെറ്റിന്റെ കൊച്ചിയോടുള്ള കൂടുതൽ അമിത സ്നേഹം കാണിക്കുന്നതിന് തെളിവായിട്ടാണ് ഈ പ്രേക്ഷകൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് സുരേഷ്? ഇത് 2 തരത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, കൊച്ചിയോട് പ്രത്യേകമായി ഏഷ്യാനെറ്റ് എന്തെങ്കിലും തരത്തിൽ വാർത്തകൾ സംസ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ജനറലായിട്ടുള്ള വിമർശനം ഒരു ഭാഗത്ത്. പക്ഷേ ഇപ്പോ ഭൂമിയുടെ ന്യായവില സംബന്ധിച്ച് ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്ത റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ സർക്കാരിന്റെ 2ാം വാർഷികം പ്രമാണിച്ച് എല്ലാ മന്ത്രിമാരും നടത്തുന്നത് പോലെയുള്ള പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ ഭൂമിയുടെ ന്യായവില പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് വിജയമാണെന്ന് ഇതേക്കുറിച്ച് ആവർത്തിച്ച് വിശദീകരിക്കുകയുണ്ടായി. ഈ സമയത്ത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വില നിശ്ചയിച്ചിരിക്കുന്നത് ഏതു ഭാഗത്താണ് ഭൂമിക്ക്? സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ന്യായവിലയിൽ ഏറ്റവും കൂടുതൽ എവിടെ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് റവന്യൂ മന്ത്രിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ന്യായവിലയുടെ പകർപ്പ് ഉദ്ധരിച്ചുകൊണ്ട് നൽകിയ വിശദീകരണമാണ് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ വില നൽകിയത് എന്നുള്ളത്. ഏഷ്യാനെറ്റ് അടക്കമുള്ള മറ്റു മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ അന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മറ്റു പല മാധ്യമങ്ങൾക്കും ബോധ്യമായത് കൊച്ചിയിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ഇതിനേക്കാൾ വില കൂടിയ സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ്. മലയാള ഭാഷാ ദിനപത്രങ്ങൾ അവരുടെ പ്രാദേശിക
പ്രാദേശിക പേജുകളിൽ അതാത് പ്രാദേശിക സ്ഥലത്തെ വില സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ജനങ്ങളുടെ അഭിപ്രായം ചേർത്തുകൊണ്ട് പരമ്പരമാതിരി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ മാധ്യമങ്ങളിൽ പിറ്റേ ദിവസം ടെക്നോ പാർക്കിനടുത്ത് അല്ലെങ്കിൽ ടെക്നോ സിറ്റി വരുന്ന സ്ഥലത്തെ പള്ളിപ്പുറത്താണ് ഏറ്റവും വില കൂടിയ സ്ഥലം. കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്നുള്ള വാർത്ത വന്നിരുന്നു. നമ്മൾ വലിയ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകരിൽ ഒരു ധാരണാഭിഷം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആ വാർത്തയും നമ്മുടെ വാർത്താ ബുള്ളറ്റിൽ നൽകുകയും ചെയ്തിരുന്നു. രണ്ടാമതൊരു കാര്യം, കൊച്ചിയോട് എന്തെങ്കിലും പ്രാധാന്യം കാണിക്കുന്നു, തിരുവനന്തപുരത്തെ വാർത്തകൾ സംസ്കരിക്കുന്നു എന്ന് പറയുന്നതിനും ധാരണ ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം ഉദാഹരണത്തിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതും യാഥാർത്ഥ്യമായതും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രത്യേകതകളും നമ്മൾ വാർത്തയിലും മാത്രമല്ല നമ്മുടെ ബിസിനസ് ബുള്ളറ്റില് അതേപോലെ മണി ടൈം എന്ന് പറയുന്ന ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള അരമണിക്കൂർ പ്രത്യേക പരിപാടിയിൽ നമ്മുടെ മറ്റു വാർത്താ ബുള്ളറ്റിനുകളടക്കം ഇതര പരിപാടികളിലും വലിയ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു വിവേചനം തിരുവനന്തപുരത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളോട് വാർത്തയിൽ ഏഷ്യാനെറ്റ് പുലർത്തി എന്ന് പറയുക വയ്യ. നന്ദി സുരേഷ്. ഈ കത്തുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതിയാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് സുരേഷ് കുമാർ ഇപ്പോൾ വിശദീകരിച്ചത്. ഇതിങ്ങനെ തന്നെ കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യം അറിയാമെന്നിരിക്കലും അത് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് തന്നെ പറയുന്നതിന് കൂടുതൽ വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഉൾക്കൊള്ളിച്ചത്. അത് പ്രേക്ഷകരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ കത്തുകൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും സത്യമല്ലാത്ത കാര്യങ്ങളാണ്. ആക്കുളത്തെ ചടങ്ങ് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതാ സംഭവം നടന്ന ദിവസം മാത്രമല്ല, അതിന്റെ തലേ ദിവസം നിയമമന്ത്രി അടക്കമുള്ളവർ ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനമടക്കം ആ വാർത്ത വളരെ മാന്യമായ രീതിയിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി തന്നെ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്നു. പിറ്റേ ദിവസം ഈ ചടങ്ങിന്റെ ദൃശ്യങ്ങളും ഞങ്ങൾ കാണിച്ചിരുന്നു. അതോടൊപ്പം ഈ തരത്തിൽ നിരവധി പേർ കത്തെഴുതുക, അത് ആരാണ് എഴുതിയത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയില്ലെങ്കിൽ പോലും ഈ കത്തുകളിൽ തന്നെ മാന്യരായ മറ്റു പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ആ കാര്യത്തിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇതേതോ സ്ഥാപിത താല്പര്യം, ഒരുപക്ഷെ അത് ഏഷ്യാനെറ്റ് ന്യൂസിനോടുള്ള വിരോധം വെച്ച് പുലർത്തുന്ന ഏതോ സ്ഥാപിത താല്പര്യമാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നിഖിൽ എന്നൊരാൾ അയച്ചിരിക്കുന്ന ഈ കത്ത് അതിലൊരു വരി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വാർത്താ ചാനലിൽ ആ കുളത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു വാർത്തയും വന്നിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് വളരെ മോശമായ കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം അത് അയച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന് മറ്റൊരാൾ അയച്ചു കൊടുത്ത ഒരു നിർദ്ദേശത്തിന്റെ പകർപ്പും ഈ കത്തിനോടൊപ്പം തന്നെ ഉണ്ട്. അത് ഞാൻ ഏതാണ്ട് മുഴുവനും അത് വായനാ യോഗ്യമല്ലെങ്കിലും അത് അങ്ങനെ തന്നെ കുറെ ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ഗൈസ്, there is no coverage for ICC at Akkulam. Please write to Asianet. Try to mock the maximum. This idiot has covered a 25 crore Marina Kochi in their main news, business news and money time, etc. and a marathon run for 1 week. Guys, please do not be hesitant to spend 10 minutes time to send a mail. Collective, repeated efforts will make lot of differences. What we are losing is just 10 minutes. We strongly react to the open house at asianetworld.tv. ഇത് ഒരാള് ഇത്തരത്തിലൊരു മെസ്സേജ് ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും നാട്ടിലുള്ള ആളുകൾക്കും ഒക്കെ അയച്ചിട്ട് കുറെ പേരെ കൊണ്ട് എന്താണ് വാസ്തവം എന്നറിയില്ലാത്ത കുറെ മനുഷ്യരെ കൊണ്ട് എഴുതി അയപ്പിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു മെസ്സേജ് അയക്കുന്ന ആളിന് എന്തെങ്കിലും സ്ഥാപിത താല്പര്യം ഉണ്ടാകും എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. എങ്കിലും ഇത്രയും ആളുകൾ ഇങ്ങനെ ഒരു കത്ത് അയച്ചതുകൊണ്ടും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ, ഈ കത്തുകൾ അയക്കാത്ത ആളുകളും ഞങ്ങളുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു സന്ദേശം കിട്ടിയിരിക്കാനുള്ള സാധ്യത കൊണ്ടാണ് ഈ കത്തുകൾ മുഴുവൻ ചർച്ചയ്ക്കെടുത്തതും ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ആസൂത്രിത നീക്കമുണ്ടെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നതും. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു വശവുമുണ്ടെന്ന് തോന്നുന്നു. പ്രേക്ഷകരുടെ കത്തുകളോട് പ്രതികരിക്കുന്ന ഇത്തരം ഒരു വേദി ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുന്നതിനും ഞങ്ങളെ വിമർശിക്കുന്നതിനും പ്രേക്ഷകർക്കായി അനുവദിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ളൊരു തുറന്ന വേദി മറ്റേതെങ്കിലും മാധ്യമങ്ങളിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് സംശയമുണ്ട്. അത്തരത്തിൽ പരസ്പരം പ്രേക്ഷകരും ആ പ്രേക്ഷകർക്ക് വാർത്തകൾ എത്തിച്ചു തരുന്ന വാർത്താ വിഭാഗവും തമ്മിലുള്ള ഒരു നിരന്തരമായ കൊടുക്കൽ വാങ്ങലിന്റെ വേദിയായി ഉപയോഗിക്കാനാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിനെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന
ചെയ്യുന്നവർ